അസ്സലാമു അലൈക്കും. ഇന്നേറെ ചർച്ച ചെയ്യുന്നത് നിമിഷപ്രിയയുടെ വിഷയത്തിൽ കാന്തപുരം ഉസ്താദ് ഇടപെട്ട വിഷയങ്ങളാണ്. അതായത് ഒരു മതപണ്ഡിതനായ ഇസ്ലാം മതപണ്ഡിതനായ കാന്തപുരം ഉസ്താദ് നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് അവരുടെ വധശിക്ഷ ഇല്ലാണ്ടാക്കി. ഇവിടെ പറയുന്നത് മാനവികതയാണ്, അതേപോലെ മതസൗഹാർദ്ദമാണ്. പണ്ടുകാലത്ത് നമ്മളിൽ ഉണ്ടായിരുന്ന ഒരു സാധനമാണ് മതസൗഹാർദ്ദം. എല്ലാവരും ഒരുമിച്ചിരുന്നായിരുന്നു. അപ്പോൾ ചില നികൃഷ്ട ജീവികൾ വന്ന് എന്ത് ചെയ്തു? അതിനെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. ആ സമയത്ത് കുറെ ആളുകൾ അതിൽ പെട്ടുപോയി. അതാണ് സംഭവം. അവരവരെ കാശിന് വേണ്ടി അവരെന്ത് ചെയ്ത് മതത്തെ യൂസ് ചെയ്യും. അപ്പോൾ ഇതിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? മതമല്ല പ്രശ്നം, മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ മതവും ഉള്ളവൻ തന്നെയാണ് മനുഷ്യന് വേണ്ടി ശബ്ദിച്ചത്. മതം ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നല്ല, മറിച്ച് എന്താണ് അത് നമ്മുടെ മാനസികപരമായ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് മനസ്സ് ശുദ്ധിയാക്കുന്ന ഒന്നാണ് മതത്തിന്റെ മൂല്യങ്ങൾ എന്നുള്ളത്. ആ മൂല്യങ്ങൾ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുക. പിന്നെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? കരുണ കാണിക്കുക എല്ലാവരോടും. ഇർഹമും മംഫിൽ അർദി ഇർഹംകും മംഫി സമ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കരുണ കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ കൂടെ ഉള്ളവർ, നമ്മളോട് ബന്ധപ്പെട്ടവർ, അവരോടൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ സഹവർത്തിത്വം ഉണ്ടാകുക. അതാണ് ഇസ്ലാം കൽപ്പിക്കുന്നത്. സ്വന്തം അയൽവാസി പട്ടിണി കിടന്നാൽ, നമ്മുടെ സ്വന്തം വീടിന്റെ അയൽവാസി, തൊട്ടടുത്തുള്ള അയൽവാസി പട്ടിണി കിടന്നാൽ നമ്മൾ വയറ് നിറച്ചു ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മുസ്ലിം അല്ല എന്നാണ് ഇസ്ലാം പ്രവാചകൻ നമ്മളോട് ഉണർത്തിയത്. അതേപോലെ തന്നെയാണ് മറ്റുള്ള മതസ്ഥരും നമ്മളോട് പറയുന്നത്. പണ്ട് കാലത്ത് നമ്മൾ അയ്യപ്പൻ കേട്ടിട്ടുണ്ടാവും. അയ്യപ്പൻ ശബരിമല എല്ലാവരും പോകുന്ന ഒന്നാണ്. അവിടെ വാവന്റെ അവിടെ നമ്മുടെ ഹൈന്ദവ വിശ്വാസികൾ തേങ്ങ അടച്ചിട്ടില്ലെങ്കിൽ അവരുടെ ശബരിമല ദർശനം പൂർണ്ണമാവില്ല എന്നാണ് പറയപ്പെടുന്നത്. കാരണം അവർ ഉറ്റ ചങ്ങാതിമാരായിരുന്നു. അങ്ങനെയുള്ളവരാണ് ഈ സമൂഹത്തിൽ പലരും. പക്ഷേ ഇന്നത് വിഫലമാക്കാൻ, അതായത് അവരെ തമ്മിൽ അകറ്റാൻ വേണ്ടി പല നികൃഷ്ട ജീവികളും ശ്രമിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒന്നിച്ചു നിൽക്കണം. എല്ലാ കാര്യത്തിലും നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ പറ്റണം. മുസ്ലിം ആയാലും ക്രിസ്ത്യനായാലും ഇവരൊക്കെ ഒന്നിച്ചു നിൽക്കേണ്ടത്. ഒന്നിച്ചു നിൽക്കാൻ വേണ്ടി നമുക്കൊക്കെ പറ്റട്ടെ. മാനവിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് സമൂഹത്തിൽ നല്ല വിദ്യാഭ്യാസം, നമുക്ക് സമൂഹത്തിൽ നല്ല സഹായങ്ങൾ, സേവനങ്ങൾ എല്ലാം ചെയ്യാൻ സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും.